ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ കൊക്കോപീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് എങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ആന്തൂര്യത്തിൻ്റെ കെയറും അതുപോലെ ആന്തൂര്യം നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പോട്ടിംഗ് മിക്സ്, ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫാണല്ലോ അല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ, ഞാൻ ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടൊക്കെ വെച്ചിരിക്കുന്ന എൻ്റെ ആന്തൂറിയം ചെടികളെ ഒന്ന് പരിചയപ്പെടുത്താനും അതിൻ്റെ പരിപാലനം, അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ അതിന് കൊടുക്കുന്ന മറ്റു കെയറിങ്ങുകളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഒട്ടും വെയിലില്ലാതെ, അതായത് വീടുകളിൽ വെയിൽ ഇല്ലാത്ത കാരണം മറ്റു ചെടികളൊന്നും നടാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകൾക്ക് പറ്റിയ ചെടികളാണ്. അതിലൊന്നാണ് ആന്തൂറിയം, അതുപോലെ ഇലച്ചെടികൾ, ഓർക്കിഡൊക്കെ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടും നമുക്ക് ഇൻഡോറായിട്ട് വെച്ച് ധാരാളം പൂക്കൾ തരുന്ന, വേനൽക്കാലത്തും വർഷക്കാലത്തും ധാരാളം പൂക്കൾ തരുന്ന ഈ ആന്തൂറിയം ചെടികളുടെ കെയറിങ് ഒന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും വേണ്ടത് നല്ലൊരു പോട്ടി മിക്സാണ്. അപ്പോൾ അതിന് ചകിരിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ചകിരി എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, ആ ചകിരി ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി പുതിയൊരു ചെടിയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ഇളകളെ എങ്ങനെ നടാം എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഇത് എൻ്റെ അനുഭവം, ഞാൻ ചെടി നടുമ്പോൾ എനിക്കുണ്ടായ നല്ല റിസൾട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലൂടെയും ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഉള്ള ചകിരി, നമ്മളിപ്പോൾ ഓരോ തേങ്ങയൊക്കെ പൊതിക്കുന്ന ചകിരിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ ചെയ്യാറ്. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊരു വലിയ പാത്രത്തിൽ കുറേ വെള്ളത്തിൽ ഇത് കുതിരാനായിട്ടിടണം. ഒരു 4 ദിവസം ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഒരു വെയിറ്റൊക്കെ എടുത്ത് വെച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ കുതിർത്തിയതിന് ശേഷം നമ്മളിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, നമ്മൾ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര നല്ലതാണ്. അപ്പോൾ നമുക്ക് കുതിർന്നത് കൊണ്ടേ, 4 ദിവസം വെള്ളത്തിൽ കിടന്ന് കുതിർന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ മുറിച്ച് കട്ട് ചെയ്തെടുക്കാം പറ്റും. നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചാക്കിലേക്ക്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്കിലേക്ക്, സഞ്ചിയിലേക്കോ ഇത് ഇട്ടിട്ട് നമ്മൾ താഴെ നല്ല ഉറപ്പുള്ളിടത്ത് നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് അടിച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ലൊരു പരുവത്തിലുള്ള ചകിരിച്ചോറായിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഇതേപോലെ നല്ല നമുക്ക് ആന്തൂറിയും ഓർക്കിഡും ഒക്കെ ഈസി ആയിട്ട് നടാൻ പറ്റിയൊരു നല്ലൊരു പൊട്ടി മിശ്രിതമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത ചകിരിയാണിത്, കണ്ടോ. അപ്പോൾ ഈ ചകിരി ഇതേപോലെ ആക്കി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചകിരിയിൽ ഇനി ചേർക്കേണ്ട കാര്യങ്ങളാണ് ഞാനെടുത്തിരിക്കുന്നത്, കണ്ടല്ലോ. അതായത് മണൽ കൂടുതൽ കലർന്ന ചരൾ പോലെയുള്ള മണ്ണാണിത്. ആ മണ്ണ് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിനുശേഷം വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ, കണ്ടല്ലോ, വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടി, അതും കൂടി നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കരിയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കരി ഇപ്പോൾ നമ്മൾ ഇടുന്നില്ല. പിന്നെ വേണ്ടത് നമുക്ക് ഓട്ടുനുറുക്കാണ്, അല്ലെങ്കിൽ ഇഷ്ടിക പൊടിച്ചതോ ഓട്ടുനുറുക്കോ. കണ്ടല്ലോ, കുറച്ച് വലിയ കഷ്ണങ്ങളുണ്ട്, ചെറിയ കഷ്ണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ചകിരിച്ചോറിലേക്ക് നമ്മളിപ്പോൾ വെർമി കമ്പോസ്റ്റ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇടാൻ പോകുന്നത്, നമ്മുടെ ഈ ചകിരിയിലൊക്കെ ചിതൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ ചീച്ചിലൊക്കെ വരും. നമുക്ക് ചകിരി എപ്പോഴും നനഞ്ഞാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് കുറച്ച് മെഡിസിനലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കും. അതിനകത്ത് ഒന്നാണ് വേപ്പി പിണ്ണാക്ക്. കണ്ടോ, ഇത് വേപ്പി പിണ്ണാക്ക്. നമ്മളത് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് പ്രത്യേക കണക്കൊന്നും പറയുന്നില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്നും ചെടി നടുന്നവരാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ എടുത്തിരിക്കുന്ന ആ വെർമി കമ്പോസ്റ്റിൻ്റെ അത്രയും തന്നെ, അല്ലെങ്കിൽ ചാണകപ്പൊടിയുടെ അത്രയും തന്നെ അളവിൽ വേപ്പി പിണ്ണാക്ക്. പിന്നെ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ്. ചെടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി മൂലകങ്ങളുള്ള എല്ലുപൊടിയാണ്. എല്ലുപൊടി ഞാൻ അതിനകത്ത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. ഉള്ളതനുസരിച്ച് നമ്മൾ ചേർക്കുക എല്ലുപൊടി. നമ്മൾ ആന്തൂറിയം നടുമ്പോൾ അല്ലെങ്കിൽ ഓർക്കിഡൊക്കെ നടുമ്പോൾ പിന്നീട് നമ്മൾ ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണല്ലോ നമ്മൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആന്തൂറിയത്തിന് ഇനി നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ വളപ്രയോഗം ചെയ്യണ്ട. അതിൻ്റെ വേരുകൾ നല്ല കരുത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് മണ്ണിലെ കീടങ്ങൾ ഒക്കെ പോകുന്ന ഇതാണ്, സാഫാണ്. ഒരു മെഡിസിനൽ, അതായത് ഫംഗസും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും ചേർത്ത് കൊടുക്കുന്ന
അതിൻ്റെ പോട്ടി മിശ്രിതത്തിൽ ചേർക്കുന്ന ഒരു ഇതാണ് സാഫ്. അത് നിങ്ങൾക്കറിയാം, അത് ഇതുപോലെ ഇരിക്കണം കണ്ടോ. ഞാനിതൊരു ടിന്നിലാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ആഡ് ചെയ്യണം. കാരണം ഇതിനകത്ത് ഫംഗസ് ഒത്തിരി പെട്ടെന്ന് വരുന്ന ഒരു പോട്ടി മിശ്രിതമാണിത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ കീടങ്ങളൊക്കെ പോകാനും ചിതൽ പോലെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ചീഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു ചെടി നട്ടതിന് ശേഷം ചീച്ചിലോ വേരുകളോ കെട്ടുപോകുന്നത് പോലെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെടി നട്ടതിന് ശേഷം ഇത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതെല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മിക്സാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചകിരിപ്പൊടിയിലേക്ക് നമ്മളിട്ട മണ്ണ്, അതുപോലെ എല്ലുപൊടി, നമ്മൾ ഫംഗിസൈഡായിട്ട് ചേർത്ത സാഫ്, അതുപോലെ വേപ്പ് പിണ്ണാക്ക്, ഇതെല്ലാം കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് നല്ലൊരു പൊട്ടി മിക്സ് നമുക്ക് ആന്തൂറിയം നടാനായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ ആന്തൂറിയം നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ വളപ്രയോഗങ്ങൾ പിന്നീട് അധികം ചേർക്കണ്ട. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ദ്രാവക രൂപത്തിലുള്ള നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന വളം മാത്രം കൊടുത്താൽ മതിയാവും കേട്ടോ. ഇടയ്ക്ക് വല്ല ചാണകത്തെളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ പലതരം വളങ്ങൾ ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദ്രാവക രൂപത്തിൽ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് പൊടി മിശ്രിതത്തിൽ നട്ടിച്ചെടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസം വെച്ചിട്ടാണ് കേട്ടോ നടാറ്. ഇപ്പം നട്ടുവെന്ന് ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇവ ഒന്ന് സെറ്റാകും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നല്ലൊരു മിശ്രിതം നമുക്ക് കിട്ടി, പോട്ടി മിക്സ് കിട്ടി. ഇനി നമുക്കിത് ചട്ടിയിൽ എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. ഈ ആന്തൂറിയം ചെടിയാണ് ഇപ്പം നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കണ്ടല്ലോ, ഇതിൻ്റെ വേരുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ്. ഇതിനകത്ത് എന്തെങ്കിലും വേരുകൾ ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് മാറ്റണം കേട്ടോ. അതൊക്കെ നമുക്ക് കൈ കൊണ്ട് കളയാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും കെട്ടുപോയിട്ടുള്ള വേരുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ചെടി നല്ല നടാൻ റെഡി ആയിട്ട് വെക്കുക. അതിനുശേഷം നമ്മളൊരു ചട്ടി എടുക്കുക. ഞാനെടുത്തിരിക്കുന്ന ചട്ടി പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. പക്ഷേ നിങ്ങൾ ശരിക്കും ആന്തൂറിയം ഓർക്കിഡ് പോലെയുള്ള ചെടികളൊക്കെ നന്നായിട്ട് മൺചട്ടിയിൽ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പക്ഷേ എനിക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മൺചട്ടി കിട്ടാനില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഒത്തിരി നാളായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഒരു കേടും വരില്ല. കാരണം ആന്തൂറിയം അറിയാലോ, ഒരു ശല്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ പോട്ടിലേക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളിവിടെ വലിയ ഓട്ടുനുറുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഓട്ടും കഷ്ണം ഒന്ന് എടുത്തിട്ട് കൊടുക്കുക. ഇങ്ങനെ ഓട്ടുനുറുക്ക് നമുക്ക് കിട്ടുന്ന എത്രയുണ്ടെന്ന് വെച്ചാൽ അത് ഇട്ടോട്ടോ, ഒരു കുഴപ്പമില്ല. ഓട്ടും കഷ്ണം എത്ര ഇടുന്നതും നമുക്ക് നല്ലതാണ്. ഇതിട്ടതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ഈ പോട്ടി മിക്സ് ഇട്ടു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ചെറിയ പീസാക്കി വെച്ചിരുന്ന ഓട്ടുനുറുക്കിട്ടു. അതുപോലെ കരിയുടെ കഷ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കരി ഇട്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് പോട്ടി മിക്സ് ഇട്ടിട്ട് ഈ പോട്ടി മിക്സിലേക്കാണ് നമ്മളിപ്പോൾ ചെടി നടാൻ പോണേ. ഇത് കണ്ടല്ലോ, ഇതേ രീതിയിലായി കഴിയുമ്പോൾ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി എടുത്തിട്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. വേറെ അധികം താഴ്ത്തേക്കൊന്നും കുഴിച്ചിടരുത്, താഴ്ത്തി വെക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഓട്ടുനുറുക്കും ഈ ചകിരി കരി കഷ്ണവും കൊണ്ട് നമ്മളത് അവയെ വീഴാതെ അങ്ങനെ ചരിയാതെ നിർത്തുക. അതിനുശേഷം അങ്ങനെ കുറച്ചും കൂടി വേണമെങ്കിൽ പോട്ടി മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും നമ്മൾ ചെയ്താൽ മതി. കാരണം നമ്മൾ ആന്തൂറിയത്തിൻ്റെ വേര് മുകളിൽ നിന്ന്, അതായത് വായുവിൽ നിന്നാണ് ഇവ നമുക്ക് അവർക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും കൂടുതലെടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇതിന് കൂടുതൽ താത്തി കുഴിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും ഇതൊന്ന് നിൽക്കാവുന്ന രീതിയിലൊന്ന് ചെയ്താൽ മതി. ഇപ്പം ഇതുപോലെ നട്ടെടുത്താൽ ഒത്തിരി നാളെ നിൽക്കുകയും ചെയ്യും. അതുപോലെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് പൂ തന്നിരുന്ന ഒരു ആന്തൂറിയാണ് ഇത്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതൊന്ന് ഒരു ഉഷാറില്ലാതെ പുതിയ മുകുളങ്ങൾ, പൂവിൻ്റെ പുതിയ മുകുളങ്ങളൊന്നും വരാതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ, അതുപോലെ ഞാൻ ജസ്റ്റ് നോക്കിയതിൻ്റെ ഇതിനെന്തെങ്കിലും ചീച്ചിലുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതിൻ്റെ തായ് വേര് ചെറുതായിട്ട് ഒന്ന് കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്
അതുകൊണ്ടാണ് ഇതുപോലെ ഉഷാറായിട്ട് ഇല്ലാതെ അങ്ങനെ നിന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ ആ ഫംഗിസൈഡ് ഒന്ന് ഇതിനകത്ത് തൂത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇവയൊന്ന് രക്ഷപ്പെടുത്തിയിടണം കേട്ടോ. എന്നിട്ട് പുതിയ മിശ്രിതം പോട്ടി മിശ്രിതത്തിലേക്ക് നടുക. അപ്പോൾ ആ പോട്ടി മിശ്രിതത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം, അതിനകത്ത് എന്തെങ്കിലും കീടാണുബാധയോ ചീച്ചലിൻ്റെ എന്തെങ്കിലും ഒരു ഇത് വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വില കൊടുത്ത് നല്ല വില കൊടുത്തൊക്കെ വാങ്ങുന്ന ആന്തൂറിയാണെങ്കിൽ ഇടയ്ക്ക് ഈ ഉഷാറില്ലാതെ ഇങ്ങനെ പുതിയ മുകുളങ്ങളൊന്നും വരാതെ നിൽക്കുന്ന കണ്ടാൽ ഒന്നും അതിൻ്റെ ചൂടൊന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഇത് എടുത്ത് നോക്കിയെന്ന് ചെടി കേടായി പോകുന്നില്ല. അപ്പോൾ അത് നമുക്ക് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞ് നമുക്ക് അവയെ സംരക്ഷിക്കാൻ പറ്റും. വേനൽക്കാലത്തെ ഒട്ടും വെയിൽ കൊള്ളണ്ടാന്ന് ഓർത്ത് ഞാൻ സൺഷൈൻ്റെ ഭാഗത്തേക്ക് മാറ്റിയപ്പോഴുണ്ടോ രാവിലത്തെ ഉദിച്ചു വരുന്ന വെയിൽ കൊണ്ടിട്ട് പോലും ഇവിടെ ഇലകളൊക്കെ മഞ്ഞ കളർ ഒരു ഉഷാറില്ലാണ്ട് നിൽക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെയിൽ വേണ്ടാത്തൊരു സ്ഥലത്ത് വെച്ചാൽ പോലും നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ആന്തൂറിയ കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറുപടി തരുന്നതാണ്. അടുത്ത വീഡിയോ ഈ ആന്തൂറിയത്തിനും അതുപോലെ ഓർക്കിഡിനും മറ്റെല്ലാ ചെടികൾക്കും പറ്റിയ പൂക്കൾ നിറയെ ഉണ്ടാകാനായിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റിയ അടിപൊളി ഒരു ടോണിക്കിൻ്റെ ടിപ്പുമായിട്ടാണ് വരുന്നത്. ആ വീഡിയോയും എല്ലാവരും കാത്തിരുന്ന് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് അതിന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.